ശ്രീ PR ശിവശങ്കർ, സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം UDFന്റെ മദ്യനയം പുറത്തു വന്നിട്ടില്ല. നികുതി ഘടന നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താൻ അനുമതി നൽകി എന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്ന UDFന്റെ മദ്യനയം പുറത്തു വരട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. എങ്ങനെയാണ് BJP ഈ സംഭവങ്ങളെ കാണുന്നത്? ഗോപീഷൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതും നേരത്തെ അനിൽ ബോസ് ആവർത്തിച്ചതുമായിട്ടുള്ള ആ അഭിപ്രായങ്ങളോട് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും യോജിക്കാൻ പറ്റില്ല. നോക്കൂ, ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് അനിൽ ബോസ് എങ്കിലും എനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റോ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം വായിച്ചു കാണും. പക്ഷേ മറക്കാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമായിരിക്കാം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മദ്യത്തിൻ്റെ വ്യാപനവും ഉപയോഗവും നിയന്ത്രിക്കുമെന്നും ലഹരി ഉപയോഗത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നൊക്കെ എഴുതി വെച്ചും അത് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ്. അതിന് പേരിട്ടാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വോട്ട് വാങ്ങിച്ചിട്ട് തൻ്റെ വാഗ്ദാനങ്ങൾ മറക്കുകയും അതിന് ഇൻട്രീം ബഡ്ജറ്റ് വന്നതിന് ശേഷം ശരിക്ക് അത് അങ്ങനെയല്ല ശരിക്കുള്ളത്. ഇത് റിവൈസ്ഡ് ഫുൾ ബഡ്ജറ്റാണ് സംസ്ഥാനത്തെ ഈ പുതിയ VD സതീശൻ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പലതും അതിന് സാധ്യമാകുമായിരുന്നു. പല ബഡ്ജറ്റുകളുടെ നികുതി പരിഗണനയും അതുപോലെ തന്നെ പുനഃസംഘടനയും എല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ റിവൈസ്ഡ് ബഡ്ജറ്റിൽ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ട് നിർഭാഗ്യവശാൽ എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹം അത് ഇൻട്രീം ബഡ്ജറ്റാണ്, മറ്റു ബഡ്ജറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞതും തെറ്റാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, സാമാന്യ കാര്യങ്ങൾ പോലും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ UDFൽ ചർച്ച ചെയ്യും, ഞങ്ങൾ സഖ്യകക്ഷികളായിട്ട് ചർച്ച ചെയ്യും എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണോ? ബഡ്ജറ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം അത് ഞങ്ങൾ തിരുത്തുവാനായിട്ടും അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞങ്ങൾക്ക് തിരുത്തുവാനും അവകാശമുണ്ടെന്ന് പറയുന്നത് UDFൻ്റെ പുറത്തുള്ള ഒരു സംഘടന. അപ്പോൾ UDFൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതും ഇപ്പോൾ മന്ത്രിമാരല്ലാത്തതുമായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അത്തരം കമ്മിറ്റികളിൽ അത് ചർച്ച ചെയ്യാൻ എന്താണ് അധികാരം? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്ക് നേരത്തെ തന്നെ ഇത്തരം ബക്കാടി മാത്രമല്ല, ഇത്തരം മദ്യ നിർമ്മാണ കമ്പനികളുമായിട്ട് ഇരുവർക്കും വളരെ ശക്തമായ ബന്ധമുണ്ടായിരുന്നു. LDFും UDFും BJP നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടല്ല ഒന്നാണ്. ഇവർ രണ്ടുപേരും ബക്കാടികളുടെ സിസ്റ്റർ കൺസേൺ മാത്രമാണ് എന്നാണ് ഈ ചർച്ചകളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. രണ്ട്, സംസ്ഥാനത്തിന് വരുമാനം കിട്ടും എന്നതാണ് ഇവരുടെ ഒരു മറ്റൊരു വാദമുഖമെങ്കിൽ സംസ്ഥാനത്തിന് വരുമാനം കണ്ടെത്തുവാൻ മദ്യവും ലോട്ടറിയും ഭാഗ്യക്കുറിയുമല്ലാതെ സത്യത്തിൽ ഭാവാത്മകമായ മറ്റൊരു നയപരിപാടികളും ആലോചിക്കുവാൻ പോലും സാധിക്കാത്തത്ര മരവിച്ച, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ലാത്തൊരു നേതൃത്വമാണുള്ളതെന്നല്ലേ പറയുന്നത്. ഇവർക്ക് മദ്യത്തിൻ്റെ ടാക്സ് എങ്ങനെയെങ്കിലും ഒരു പുതിയ ഒരു ഏരിയ ഉണ്ടാക്കി, വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി അതിന് പുതിയ ജനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാം എന്നുള്ളൊരു വാദമുഖവും ഞാൻ ഈയിടയ്ക്ക് കേട്ടിരുന്നു. അപ്പോൾ മദ്യവും ഈ പറയുന്ന ലോട്ടറിയും അല്ലാതെ മറ്റൊന്നുമില്ല തങ്ങൾക്ക് എന്നുള്ളതാണ് ഇവരുടെ നയം. മൂന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ LDF പറയുന്നതും തികച്ചും ന്യായയുക്തമാണ്. അവർ പറയുന്നത് ഇപ്പോൾ ഫെനിയുടെ കാര്യം പറഞ്ഞു. ശ്രീ ഗോവിന്ദൻ തന്നെ, MV ഗോവിന്ദൻ തന്നെ ഇത്തരം ഫെനിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ശ്രീ ഗോപനും സൂചിപ്പിച്ചു, മലബാറിൽ നഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങളുടെ ചാറെടുത്തുകൊണ്ട് ഫെനി ഉണ്ടാക്കും, അത് വീര്യം കുറഞ്ഞതാണ്. സത്യത്തിൽ ഗോവയുള്ള ഫെനിയൊക്കെ ഇവിടുത്തെ മദ്യത്തിനേക്കാൾ വീര്യം കൂടിയതെന്നാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. 40-45% ഓഫ് ദ ആൽക്കഹോൾ ഇസ് ദെയർ ഇൻ ദ ഫെനി. അപ്പോൾ കൂടുതൽ മദ്യം, ശക്തമായ ആൽക്കഹോളുള്ള മദ്യം ആണ് ഫെനി, അത് ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ എന്തിനാണ് ഇത്തരം വില കുറഞ്ഞ മദ്യത്തിന് മറ്റൊരു ടാക്സ് വേണം, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്? സത്യത്തിൽ LDF, പ്രത്യേകിച്ച് CPM ആണ് ഈ കേരളത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും പൂർണ്ണമായി അടിമയാക്കി വെച്ചത്. അത് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയും മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ഇത്തരം മയക്കുമരുന്നിലേക്ക് ഒരു തുടക്കമാവാൻ സാധിക്കുന്ന ബീഡി കമ്പനി ഇപ്പോഴും എന്തിനാണ് ഇവർ നടത്തുന്നത്? ദിനേശ് ബീഡി ഇവരുടെ നിയന്ത്രണത്തിലല്ലേ? 90കളിൽ ഏതാണ്ട് 42,000 ആളുകളെ വെച്ച് നിരന്തരമായി ബീഡി ചേർത്തുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ യുവാക്കളെയും ഈ പറയുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിലേക്ക് തള്ളിവിട്ട കുറ്റാരോപിതർ കൂടിയാണ് CPM-ഉം LDF-ഉം. അപ്പോൾ ഇപ്പോഴുമുണ്ട് ഏതാണ്ട് 6000-ഓളം പേര്. അപ്പോൾ ദിനേശ് ബീഡി അടക്കം ആളുകളെ വീര്യം കുറഞ്ഞ ലഹരിയിലേക്ക് താല്പര്യപൂർവ്വം വിടുന്ന LDF-നും CPM-നും ഇത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേവ്കോയിൽ അടക്കം ഇത്തരം വീര്യം കുറഞ്ഞ മദ്യങ്ങൾ വിൽക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി കാര്യമായി ശ്രമിച്ചിരുന്നു. അതിന് ശ്രീ ഗോവിന്ദനും അതിനുശേഷം വന്ന എക്സൈസ് മിനിസ്റ്റർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇരു മുന്നണികളും ഇത്തരം തീരുമാനങ്ങൾ ഇവിടെ കർണാടകയിലോ മറ്റേതെങ്കിലും മദ്യ മുതലാളിമാരുടെ ഫാക്ടറിയിലോ അവരുടെ ശീതീകരിച്ച റൂമുകളിലോ ഇരുന്ന് തീരുമാനം എടുത്തതിന് ശേഷം മറ്റു പല രീതിയിലും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് വീര്യം കുറഞ്ഞ
മദ്യമൊന്നുമല്ല പ്രശ്നം. ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ലഹരി കച്ചവടം നടത്തുവാൻ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞുകൊണ്ട് മദ്യം കൂടുതൽ വിൽക്കുവാനുള്ള ശ്രമം. ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം പറഞ്ഞു, സ്ത്രീകൾക്ക് കുടിക്കുവാനാണ് വീര്യം കുറഞ്ഞ മദ്യം. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് കുടിക്കുവാനായിട്ട് മദ്യത്തിന് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് ഒഴിവാക്കി വിടാനാണോ പ്ലാൻ? അപ്പോൾ ഇവരറിയാലോ പ്രിയദർശിനി ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തട്ടിപ്പ്. അപ്പോൾ നിരന്തരം മാനിഫെസ്റ്റോയിൽ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ ഒരു കാര്യങ്ങൾ യൂണിവേഴ്സൽ ഫ്രീ പോളിസി മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് മേടിക്കുകയും തിരിച്ച് ഭരണത്തിൽ വരുമ്പോൾ ഇത്തരം തട്ടിപ്പുകളിലൂടെ തികച്ചും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പൂർണ്ണമായും എതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ പൂർണ്ണമായും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.